പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 13 ഹല്ലേലൂയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് സൂക്ഷിച്ചു. കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കർത്താവ് നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരം ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയത് ഓർക്കുമ്പോൾ നമ്മുടെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. നന്ദിയാൽ സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ കർത്താവെ അങ്ങ് എന്നെ ഉണർത്തിയത് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നിസിയായി, യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ പകൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറയാം, യഹോവ നല്ലവനല്ലോ, ആ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം, ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 69 സങ്കീർത്തനത്തിൻ്റെ 30 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. കണ്ടോ, പാട്ട് പാടുന്നതും സ്തോത്രം പറയുന്നതൊക്കെ കാളയേക്കാളും മൂരിയേക്കാളും ഒക്കെ കർത്താവിന് പ്രസാദകരമായിരിക്കുന്നു പഴയ നിയമത്തിൽ പറയുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിലും നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയുമ്പോൾ, നിങ്ങളൊരു ഹല്ലേലൂയ പറയുമ്പോൾ, കർത്താവിന് മഹത്വം കരയേറ്റുമ്പോൾ അത് കർത്താവിന് എത്ര സന്തോഷകരമായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ കൈകൾ ഉയർത്തി പിടിച്ചൊന്ന് വീശി ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രം. ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള കരുതലിനായിട്ട് സ്തോത്രം, വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരിക. പ്രത്യേകിച്ച് കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പ്രത്യേക ഫേവർ ഇന്ന് പകൽക്കാലം ഉണ്ടാകാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഉണ്ടാകട്ടെ. ശിരസ്സു മുതൽ ഉള്ളങ്കാൽ വരെ ദൈവിക സൗഖ്യം അനുഭവിക്കട്ടെ. അതെ, തല മുതൽ കാല് വരെ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ, രോഗത്തിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. രക്തത്തിലുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ദൈവിക കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ണിനകത്ത് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കണം, പൂർണ്ണ ആരോഗ്യം കൊടുക്കണം, പൂർണ്ണ ദൈവിക സ്വസ്ഥത കൊടുത്ത് കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതുപോലെ ഈ റൈറ്റ് ലെഗിൻ്റെ കണങ്കാലിൻ്റെ അവിടെ വേദനയാൽ, ആംഗിൾ ജോയിൻറ്റിൻ്റെ അവിടെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിന് സ്തോത്രം. അതുപോലെ ലോകത്തെമ്പാടി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്ന് കർത്താവെ, ഞങ്ങൾ വീണ്ടും നാളത്തെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ച സങ്കീർത്തനം 27-ന്റെ 14 വാക്യം. അവിടെ പറയുക, യഹോവയെങ്കിൽ
പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരൻ നമുക്കൊരു നല്ല ആലോചന പറഞ്ഞു തരികയാണ്. 2026 13-ാമത്തെ ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഈ 27-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യമൊക്കെ നമുക്കറിയാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ കോട്ടയുമാകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ആ സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ അവസാന വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ കണ്ടപ്പോൾ പറയുന്നത്, അദ്ദേഹം പറയും, ഇത് തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം തനിക്ക് മനസ്സിലായ ഒരു പ്രത്യേക കാര്യം പറയുക. യഹോവയിൽ എന്ത് ചെയ്യണം? പ്രത്യാശ വെക്കണം. മറ്റൊന്നിലും പ്രത്യാശ വെക്കാതെ കർത്താവിൽ പ്രത്യാശ വെക്കണം, യേശുവിൽ പ്രത്യാശ വെക്കണം. ആമേൻ. എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് കർത്താവാണ്. ഏത് സമയവും നമ്മളെ നടത്തുവാൻ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതായ പലതും വരും, നിരാശപ്പെടുത്തുന്നതായ പലതും വരും, തളർത്തിക്കളയാൻ നോക്കുന്നത് പലതും വരും. പക്ഷേ അതിന് നടുവിൽ നമ്മൾ ആരിൽ പ്രത്യാശ വെക്കണം? നമ്മൾ നമ്മുടെ കർത്താവിൽ പ്രത്യാശ വെക്കണം. നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നിരാശപ്പെടുത്തുക, തളർത്തുക, നമ്മളെ വിഷമത്തിലാക്കുക എന്നുള്ളതൊക്കെ ശത്രുവിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ പ്രത്യാശ വെക്കണം, കർത്താവിൽ അങ്ങ് ആശ്രയിക്കണം. ആമേൻ, ആമേൻ. നമ്മുടെ ഹൃദയത്തോട് പറയണം, നമ്മളോട് തന്നെ പറയണം, ആമേൻ, നീ എന്തിനാണ് നിരാശപ്പെടുന്നത്? നീ എന്തിനാണ് തളരുന്നത്? നീ എന്തിനാണ് കലങ്ങുന്നത്? നീ കർത്താവിൽ തന്നെ പ്രത്യാശ വെക്ക്. കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ആമേൻ. അവൻ നമ്മളെ അത്ഭുതമാക്കുമെന്ന് നമ്മളോട് പറയണം. ആമേൻ. ഇന്നലത്തെ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു റൂമിൽ കയറിയിട്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലൊരു ഭാരം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ കണ്ണാടിയിലോട്ട് നോക്കും. ഹലോ, എന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മളോട് തന്നെ ചോദിക്കണം. എന്തിനാണ് നിരാശപ്പെടുന്നത്? നമ്മളോട് തന്നെ ചോദിക്കണം. എന്തിനാണ് തളരുന്നത്? നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മളോട് പറയണം, ഹലോ, തളരേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ, ആമേൻ. നീ ധൈര്യമായിട്ടിരിക്കുക, കർത്താവിൽ പ്രത്യാശ വെക്ക്. കർത്താവ് നിന്നെ സംരക്ഷിക്കും, കർത്താവ് നിന്നെ അത്ഭുതമാക്കി മാറ്റും എന്ന് നമ്മളോട് തന്നെ പറയാൻ പഠിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിൽ അവൻ ദാവീദ് എൻകറേജ് ഹിംസെൽഫ്. ദാവീദിനെ തന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആരുമില്ലെങ്കിലും, ആരും പറഞ്ഞു തരാനില്ലെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിയിട്ട്, കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പറയണം, ആമേൻ, നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നീ തളരേണ്ട ആവശ്യമില്ല, യേശു നിൻ്റെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് യേശു നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നീ തളർന്നു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. കർത്താവ് നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കും, നിന്നെ അത്ഭുതമാക്കും എന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് പറയണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിരാശയുടെ വാക്കുകൾ ഇനി പറയരുത്, തളർച്ചയുടെ വാക്കുകൾ പറയണം, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാനൊരു അത്ഭുതമായിരിക്കും. ദാവീദ് പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി. എങ്ങനെ അത്ഭുതമാണെന്ന് വിശ്വസിക്കണം. യേശു നിൻ്റെ കൂടെയുണ്ട്, യേശു നിന്നെ കൈ പിടിച്ചിട്ടുണ്ട്, ഒരിക്കലും നിന്നെ കൈവിടാത്തവൻ. അവൻ ഏത് സാഹചര്യത്തിലും എപ്പോഴും സഹായകനായി കൂടെ നിന്ന് നടത്തുന്ന ആ കർത്താവിനെ കണ്ട് സ്തുതിച്ച് മുന്നേറുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ ആമേൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഓർത്തോണം, പിശാചിൻ്റെ പദ്ധതി, ശത്രുവിൻ്റെ പദ്ധതി നമ്മളെ നിരാശപ്പെടുത്തുക, നമ്മളെ ഭയപ്പെടുത്തുക, നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. പക്ഷേ അവിടെ ആമേൻ ആ യേശു പറയുക, ആമേൻ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ കൈപിടിച്ച് അന്ത്യം വരെ നടത്തും. ആമേൻ. എല്ലാ നാളും കൂടെ ഇരിക്കുമെന്നാണ് പറഞ്ഞു. അപ്പോൾ ആ കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നേറുക, അത്ഭുതമായി മാറുക കേട്ടോ. 2026 നിങ്ങളൊരു അത്ഭുതമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവിക നന്മകൾ ഓവർഫ്ലോ ചെയ്യുന്ന വർഷമായി തീരട്ടെ. ആ കർത്താവിനെ കണ്ടുകൊണ്ട് മുന്നേറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് എന്നിട്ട് പറ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ച് പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.